As we prepare ourselves to hear God's word, let us look the Lord in prayer. Our Heavenly Father, we, your children, sit at your feet to learn from your scripture. Your word is a double-edged sword. It penetrates into our hearts. It convicts us about our sin and enables us to confess our sin and to be cleansed by the blood of Jesus. Therefore, we love your word and approach your word with reverence. And you speak to us gently, even at times harshly, so that we will be taking what you want us to take in our life, Lord. Teach us lessons so that we will not be fools and we will be edified the children and we will be able to glorify the name of God through the hearing and obeying the word. In Jesus' most precious name, I pray. Amen. ഇന്ന് രാവിലെ സമയം ദൈവവചനം കേൾക്കുവാനായി നാം അടുത്തു വന്നിരിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ആവശ്യമുള്ളതും നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നതുമായ ഒരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പ്രലോഭനങ്ങളെ അതിജീവിക്കുക. Overcoming temptations. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവവചനം നമുക്ക് ആഹ്വാനം തരികയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗങ്ങൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് നാം എന്ത് ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മൾ ഭോഷന്മാരായി തീരാതിരിപ്പാൻ, ദൈവകൃപയിൽ നിന്ന് വീണുപോകാതിരിപ്പാൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചനം കേൾക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണ്. അത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരുവാൻ വളരെ ശ്രദ്ധയോടെ, വളരെ ബഹുമാനത്തോടെ നമുക്ക് ദൈവവചനം കേൾക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 13 ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. No temptation has seized you except what is common to man. And God is faithful. He will not let you be tempted beyond what you can bear. But when you are tempted, He will also provide a way out so that you can stand up under it. ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്
പ്രലോഭനങ്ങളെ പറ്റി നാം വായിച്ചു കേട്ടത്. പ്രലോഭനങ്ങളെ അതിജീവിക്കാതെ അതിന് നിരന്തരമായി അടിമപ്പെടുന്ന വ്യക്തികൾ സാധാരണ പറയാറുള്ള 3 നുണകൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. We are able to see 3 lies about temptation. The first lie is, no one else goes through what I am going through. ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങളിലൂടെ മറ്റാരും കടന്നു പോകുന്നില്ല എന്ന ചിന്തയാണ് നമ്മളെ പലപ്പോഴും പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഞാൻ വ്യത്യസ്തനാണ്, മറ്റാർക്കുമില്ലാത്ത ഒരു പ്രലോഭനം, മറ്റാർക്കുമില്ലാത്തതായ പാപത്തിൻ്റെ ഒരു പ്രലോഭനം എന്നിലുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്ന് പറയുന്നതായ ഒരവസ്ഥ. എന്നാൽ ദൈവവചനം എന്താ പറയുന്നത്? No temptation has seized you except what is common to man. മറ്റാർക്കും ഇല്ലാത്തതായ ഒന്നല്ല, സാധാരണക്കാര് അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ലൈ എന്ന് പറയുന്നത്, temptation is too strong for me to resist. പ്രലോഭനം എനിക്ക് എതിർക്കാൻ കഴിയാത്തവണ്ണം ശക്തമാണ്. No, temptation is too strong for me to resist. എനിക്ക് അത് എതിർക്കാൻ കഴിയാത്തതിനേക്കാൾ അധികമാണ്. എന്താണ് ദൈവവചനം അവിടെ ഓർമ്മിപ്പിക്കുന്നത്? God is faithful. He will not let you be tempted beyond what you can bear. നമുക്ക് താങ്ങാൻ കഴിയാകുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളത് ഒന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരത്തില്ല എന്ന് ദൈവവചനം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. So there is no need for us to believe this lie that the temptation is too strong for me to resist. നാം അത് പറയുന്നെങ്കിൽ അത് ദൈവത്തോട് നാം കാണിക്കുന്ന അവിശ്വസ്തതയാണ്. മൂന്നാമത്, the third lie, there is no way out except to give in. ഇപ്രകാരമാണ്, സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയല്ലാതെ, ഏൽപ്പിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും എനിക്ക് മുൻപിലില്ല. സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയല്ലാതെ, ഏൽപ്പിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുൻപിൽ ഇല്ല. ദൈവവചനം എന്താണ് പറയുന്നത്? But when you are tempted, He will also provide a way out so that you can stand up under it. നമുക്ക് അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ദൈവം തരും. അപ്പോൾ നമ്മൾ ഈ നുണകളെ അതിജീവിച്ച് നാം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും നമുക്ക് വിജയം വരിക്കാൻ കഴിയുമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം. We have the example of Joseph and how he overcame the temptation in life, how he resisted, how he overcame, and how he became victorious. വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു പാഠമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ ഭാഗത്തു നിന്ന് 3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്.
ഒന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, temptations are real. Therefore, face it by identifying it. പരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ പരീക്ഷണങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ഫേസ് ഇറ്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നാം അതിനെ അഭിമുഖീകരിക്കണം. പ്രലോഭനങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണ്. It is not a myth, and nobody is immune to overcome it. നമുക്കതിനോട് പ്രതിരോധിക്കാൻ ശക്തിയൊന്നുമില്ല. നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ്. എന്നാൽ നാം ദൈവത്തോട് ചേർന്ന് അതിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യബോധമുള്ള പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് പകർന്നു തരും. Temptations are real, so face it with God. ഇത് ഒരു മിഥ്യയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വാസ്തവങ്ങളൊന്നുമില്ല. ഐ ആം സൂപ്പർമാൻ എന്ന രീതിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ നിശ്ചയമായും ഈ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകും, ഈ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകും. എന്നാൽ എൻ്റെ മുൻപിൽ പരീക്ഷണങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ പ്രലോഭനങ്ങളുണ്ട്. അത് എനിക്ക് തന്നെ അതിജീവിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തോട് ഞാൻ ചേർന്ന് അതിനെ ഫേസ് ചെയ്യുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ അവൻ എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഏത് പ്രലോഭനമായിരുന്നാലും, എത്ര ശക്തിയുള്ള പ്രലോഭനമായിരുന്നാലും, ഏത് തരത്തിലുള്ള പ്രലോഭനമായിരുന്നാലും അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ജോസഫ് നമുക്ക് തരുന്ന നല്ല ഒരു പാഠമാണ്. ഐഡന്റിഫൈ യുവർ ടെംപ്റ്റേഷൻസ്. നമുക്ക് ഏതെല്ലാം പ്രലോഭനങ്ങളാണ് ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നേരിടുവാൻ ആവശ്യമായ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശ്വാസമെന്ന പരിചയം, ദൈവത്തിന്റെ വചനമെന്ന വാളും, ദൈവത്തിന്റെ സാന്നിധ്യവും എന്നോടും നിങ്ങളോടും കൂടെയുണ്ടെങ്കിൽ പിശാചിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ, പ്രലോഭനങ്ങളെ അടിച്ചമർത്തുവാൻ, അതിനെ അതിജീവിച്ച് വിജയശ്രീലാളിതരായി മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരും എന്ന് യോസഫ് നമ്മളെ പഠിപ്പിക്കുന്ന നല്ലൊരു പാഠമാണ്. നമുക്ക് പ്രലോഭനങ്ങളുണ്ട്. ജീസസ് ഫേസ് temptations, but he did not fall into temptation because he faced it with the word of God. He had the word of God as a sword to cut the Satan and his schemes and cut him into pieces. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. We are weak and fragile. എത്ര വീരവാദം മുഴക്കുന്നവരായാലും, എത്ര പ്രഗത്ഭരായാലും ഒരു കാര്യം തിരിച്ചറിയണം. അനേക മഹാന്മാർ, അനേക വിശ്വാസവീരന്മാർ
അനേക ഭക്തന്മാർ വീണ് തരിപ്പണമായി പോയതായ ഒരു പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. വീണു പോകുവാൻ, തകർന്നു പോകുവാൻ സാധ്യതകളേറെയുണ്ട്. അതുകൊണ്ട് ഞാനത് കണ്ടില്ല, ഞാനത് കേട്ടില്ല, ഞാനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പഴിചാരാതെ പ്രലോഭനങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് കൂടെ അതിനെ അതിജീവിക്കുവാൻ ദൈവമക്കൾക്ക് കൃപ തരട്ടെ. ജോസഫിനെ പറ്റി 39-ാമത്തെ അധ്യായത്തില് നാം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? Chapter 39 of Genesis very clearly explains this way. Verse 2, രണ്ടാമത്തെ വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. See, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. When he was in the house of Egyptian master, when he was entrusted with the responsibilities, when he entered into the house of the Potiphar, we are able to experience that the Lord was with Joseph. Therefore, he was able to overcome the temptation in his life. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഞാൻ തനിയെ എന്റെ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് നിൽക്കാൻ തോന്നുന്നു എന്നുള്ള ചിന്ത വിചാരിച്ച് ഞാൻ പ്രലോഭനത്തെ അതിജീവിക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഞാൻ എന്ന ഭാവം, എന്നെ കൊണ്ട് കഴിയുമെന്ന ഭാവം, ഞാൻ മിടുക്കനാണെന്നുള്ള ചിന്ത പലപ്പോഴും പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ നമുക്ക് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം പാപത്തോട് പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, resisting the temptation is tough. So be ready to pay the price. പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷണങ്ങളോട് എതിർത്ത് നിൽക്കുന്നത് കഠിനമാണ്. അതുകൊണ്ട് നാം വില കൊടുക്കുവാൻ തയ്യാറാകണം. വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി നാം സാക്ഷികളായിരിക്കുന്ന നാം മുന്നേറണമെന്ന്. 553-ാമത്തെ പാട്ടാണ്. ആ പാട്ട് ചില സ്റ്റാൻസസ് ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാം പരിചയേന്തണം, അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ശത്രുവോട് എതിർക്കുവാൻ, ജയം നേടുവാൻ, ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിന്റെ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ
നമുക്ക് മുന്നേറാൻ കഴിയും. എങ്ങനെയെന്നറിയാമോ? when we resist the temptation and ready to pay the price. ഒരിക്കലും ചിന്തിക്കരുത് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് ലളിതമാണെന്ന്. അതിനെ ലാഘവത്തോടെ കാണരുത്. അത് വളരെ കഠിനമുള്ളതാണ്. Look at young Joseph. He was all alone in the house of Potiphar with his wife, his beautiful wife. His beautiful wife saw him as a handsome young man. She kept an eye on him. She was waiting for an opportunity to seize him. But he resisted. He resisted. As a result, what happened? Joseph, who was all in all in the house of Potiphar, on the next day was held up in the prison. For the crime that he did not commit in his life. താൻ ചെയ്യാത്തതായ ഒരു കുറ്റത്തിന് വേണ്ടി, താൻ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാതിരുന്ന ഒരു കാര്യത്തിന് വേണ്ടി യജമാനനായ പൊത്തിഫോറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായ ഒരു ജോസഫിനെ എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടാകണം. നാം ചില സന്ദർഭങ്ങളിൽ കണ്ണടച്ചു പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കും, സാരമില്ല, ഇതൊരു പ്രത്യേകമായ സാഹചര്യമായതുകൊണ്ട് ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഈ ലോകത്തിന്റെ ശത്രു ശക്തനാണ്. ഈ ലോകത്തിന്റെ ശത്രു പ്രബലനാണ്. അവൻ നമ്മെ വീഴിക്കുവാനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നവനാണ്. അവന് നമ്മളെ കാരാഗ്രഹത്തിൽ ഇടാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ കാരാഗ്രഹത്തിലും എനിക്കും നിനക്കും വേണ്ടി സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും ഒരുക്കി തന്ന് സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. അത് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ, സാമൂഹിക, ആത്മീക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യം സംസാരിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ക്രൂശിക്കും, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, നമ്മളെ പറ്റി പഴിയും ദുഷിയും പറയും. നമ്മള് ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിത്തീരും. In such occasions, my dear friends, remember Joseph. Yesterday he was all in all in the house of Potiphar. Now he held up in prison because he stood resisting the temptation. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരീക്ഷണങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നാം വില കൊടുക്കേണ്ടിയിരിക്കുന്നു. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. The Lord is watching us, and the great crowd of witnesses is watching us and looking to see the progress of our race. നമ്മുടെ ഓട്ടത്തിന്റെ
മുന്നേറ്റം കാണുവാൻ നോക്കി നിൽക്കുന്ന അനേക വിശ്വാസ സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. പ്രതിസന്ധികളെ ഉണ്ടാകുമ്പം, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അകപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ തനിയെ നിൽക്കാതെ you should have a mentor in your life to go and share and try to come out with it. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ വളരെ ആക്റ്റീവായിട്ട് ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. He was in the forefront of leading the youth group. He was very dear to several of the youths. He was a guiding force for several of them. But as he has been struggling, one night he gave a call to me saying, Achan, I want to share with you something. And he told me, Achan, I am addicted to pornography. Achan, I don't have any peace within me. I'm a hypocrite. I'm finding it's very difficult to face the reality. Please pray for me. I appreciate that young man who was able to come and share the temptations that he was facing in his life. He found it very difficult to resist it by himself. What he told me is that when he is all alone in the room, he's a married man. When he is all alone, I am finding it so difficult to resist it. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് നാം അടിമപ്പെട്ടിട്ടുണ്ടാകാം. My request to my dear friends who are hearing me this afternoon is to resist it by ready to pay the price. ദൈവം നമുക്ക് കൃപ തരും, ദൈവം നമുക്ക് ശക്തി തരും. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ ആധികാരികതയോടെ പറയുവാൻ, അതിനെ നേരിടുവാൻ ആവശ്യമായ ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. ജോസഫ് നമുക്ക് തരുന്ന ഒരു നല്ല പാഠമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, temptations are real, therefore face it with God. ദൈവത്തോട് കൂടെ അതിനെ അഭിമുഖീകരിക്കുക. രണ്ടാമത്, resisting the temptation is tough, so ready to pay the price. മൂന്നാമത് overcoming temptations are possible when we fear God constantly. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. എപ്പോഴാണെന്നറിയാമോ? നാം നിരന്തരമായി ദൈവത്തെ ഭയപ്പെടുമ്പോൾ. നാം നിരന്തരമായി ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലേക്ക് നാം വരുമ്പോൾ, ദൈവത്തിന്റെ മുഖം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ, we will be able to
overcome the temptation. Genesis chapter 39, verse 9. അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ മനപ്പാഠ വാക്യമായിട്ടൊന്ന് വായിച്ചല്ലോ. എന്താ നാം വായിച്ചത്? ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ജോസഫ് പറഞ്ഞു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനല്ല, നീ എന്റെ യജമാനന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ വലിയ പാതകം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. We sin when we don't fear God. നാം ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോഴാണ് നാം പാപം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാപം ചെയ്യാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. Now we are grown up. Now we can easily overcome with our experience, with our popularity, with our areas of expertise. നമുക്ക് പറ്റും എന്നുള്ള ചിന്ത എന്നെയും നിങ്ങളെയും നാശത്തിലേക്ക് തള്ളിയിടുന്നതാണ്. നാം ഏത് ജീവിത സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നാം എത്രമാത്രം ഉന്നതിയിൽ എത്തിച്ചേർന്നു കൊള്ളട്ടെ, ആരെല്ലാം നമ്മളെ ബഹുമാനിക്കാനും പുകഴ്ത്താനും ഉണ്ടായിരുന്നു കൊള്ളട്ടെ, ഒരു കാര്യം വളരെ വ്യക്തമായി നാം ഓർക്കണം. If we fail to God constantly, we will never be able to overcome temptations. പിന്നെ എന്ത് സംഭവിക്കും അറിയാമോ? Temptations will overcome us. പാപം, പ്രലോഭനങ്ങൾ നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. The moment we fail to fear God, the moment we fail to grow in God, the moment we fail to humble ourselves before God, we will be fallen miserably. നമ്മൾ ആരും ഇതിനതീതരല്ല. ഏത് പ്രായത്തിലും വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. ഏത് പ്രായത്തിലും. There is no particular age that we can limit to say that now I have overcome. No. At any age, we can be fallen. But the only solution is fear God constantly. Continuous ആയിട്ട് ദൈവത്തെ ഭയപ്പെടണം. When we fear God, we will be abstaining from sinning. God was with Joseph even in the prison. എപ്പോഴാണെന്നറിയാമോ നാം പാപം ചെയ്യുന്നത്? When we turn from God-centered life to self-centered life, we will be falling into temptation. ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക്
നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോഴാണ് നാം പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. As we grow bigger, there is a tragedy waiting. That tragedy is move away from God and justify everything we do. നമ്മൾ പ്രബലരാകുമ്പോൾ, നമ്മൾ പ്രശസ്തരാകുമ്പോൾ, നമ്മൾ തന്നെ വലുതായി എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യുന്നറിയാമോ? We move from God and try to justify everything we do. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. Ravi Zacharias, the man who was honored by God's people, tremendously used by God in the college campuses, among the intellectuals. He was a great apologist. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അറപ്പുളവാക്കുന്നതാണ്. He was addicted to sexual sin, and many people complained and now are going through difficult times because of that. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും അകപ്പെട്ടു പോകാൻ സാധ്യതകൾ ഉണ്ട്. If we don't fear God, ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയോടെ ദൈവകൃപയോടെ ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന ആ അതിശക്തമായിട്ടുള്ള പ്രേരണയോടെ ഞാനും നിങ്ങളും ജീവിച്ചില്ലെങ്കിൽ we will be miserably failed. Let us fear God and let us overcome temptations. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞു temptations are real, so face it with God. Second, resisting the temptation is tough, so ready to pay the price. Third, overcoming temptation is possible when we fear God constantly. പരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാണ്. അതിനെ ദൈവത്തോടുകൂടെ നേരിടുക. പരീക്ഷണങ്ങളെ എതിർത്ത് നിൽക്കുക കഠിനമാണ്. അതുകൊണ്ട് വില കൊടുക്കുവാൻ തയ്യാറാകുക. മൂന്നാമത്, നാം നിരന്തരമായി ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നു. ജോസഫ് ഈസ് ദ ഗ്രേറ്റ് എക്സാമ്പിൾ who overcame the temptation. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാം. യേശുവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. വിജയകരമായി ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എന്ത് പ്രലോഭനമായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തോടുകൂടെ നാം അഭിമുഖീകരിച്ചാൽ അതിന് നമുക്ക് വിജയമുണ്ട്. അവിടെ നമുക്ക് ദൈവത്തിന്റെ കൃപയുണ്ട്. There is no need for you to tell me, but you can confess it before God. He is right there amongst you. He is Emmanuel, God with you.
അവൻ നമ്മോട് കൂടെയുള്ള ദൈവമാണ്. പീപ്പിൾ വിത്ത് എനി ഏജ്, ഏത് പ്രായത്തിലുള്ളവരായാലും, ചെറിയവരായാലും മധ്യപ്രായത്തിലുള്ളവരായാലും പ്രായമുള്ളവരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും, whatever may be the situation, you can face it with God. When you resist, remember the whole force is attacking you, but remember you pay the price, but God will be with you. When you are ready to pay the price, the Lord will not abandon you. Third, മൂന്നാമത് പറഞ്ഞത്, ഏത് പ്രായത്തിലും നമ്മൾ എത്ര വലുതായെന്ന് ചിന്തിച്ചാലും, even if we think that we are spiritual giants, ആത്മീയ അതികായന്മാരാണെന്ന് ചിന്തിച്ചാലും, ദൈവത്തെ ഭയപ്പെടാതിരിക്കുന്ന ഒരു നിമിഷം നാം പാപത്തിന് അടിമപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തോട് ചേർന്ന് നടക്കാം, ദൈവത്തോട് കൂടെ നമുക്ക് കാര്യങ്ങളെ ഫേസ് ചെയ്യാം. അങ്ങനെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ നല്ല ശുശ്രൂഷകരായി, നല്ല നല്ല ഭക്തന്മാരായി നമുക്ക് ഈ ലോക ജീവിതം മുൻപോട്ട് നയിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.